നമസ്കാരം. യമൻ തലസ്ഥാനമായ സനായിൽ വിമത നിയന്ത്രണത്തിലുള്ള സർക്കാരിന്റെ പ്രധാനമന്ത്രി ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പറഞ്ഞു. ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഹമ്മദ് അൽ റഹാവിയും നിരവധി മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി വിമതർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 2024 ഓഗസ്റ്റ് മുതൽ ഹൂതികളുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അൽ റഹാവി കഴിഞ്ഞ ഒരു വർഷമായി തന്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളും പ്രകടനവും വിലയിരുത്തുന്നതിനായി തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കൊപ്പം യോഗം കൂടുന്നതിനിടയിലായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ഹൂതികൾ ഇസ്രയേലിന് നേരെ അയക്കുന്ന മിക്ക മിസൈലുകളും ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്ത് കളയുന്നുണ്ടെങ്കിലും ഹൂതികളുടെ ആക്രമണങ്ങൾ നിർത്താൻ ഇതേവരെ ഇസ്രയേലിനെ കൊണ്ടായിട്ടില്ല. പാലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഹൂതികൾ പറയുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ സമയത്ത് തൊട്ടുതന്നെ ഹൂതികൾ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തിവരികയാണ്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ സനായുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 10 പേർ കൊല്ലപ്പെടുകയും 102 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയവും സർക്കാർ ഉദ്യോഗസ്ഥരും പറയുന്നു. ഹൂതികൾ ഇസ്രയേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കുകയും ചെങ്കടലിൽ കപ്പലുകളെ ലക്ഷ്യമിടുകയും ചെയ്യുന്നതിനെതിരെ ഇസ്രയേലും യുഎസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ശക്തമായ ആക്രമണങ്ങളാണ് നടത്തി വന്നിരുന്നത്. മെയ് മാസത്തിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് പകരമായി വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ഹൂതികളുമായി ഒരു കരാർ ഒപ്പിട്ടിരുന്നു. എന്നിരുന്നാലും ഇസ്രയേലുമായി സഖ്യത്തിലാണെന്ന് വിശ്വസിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്തുന്നത് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഹൂതികൾ പറയുന്നു.